This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Dr. Kalyan Khade. This episode is about an ITK where coconut is used to locate groundwater resource. Dear friends, ഇന്നത്തെ വീഡിയോ ശരിക്കും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. ഇത് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയിലിരിക്കുന്ന ഈ നാളികേരം താനെ ഉരുണ്ടു മറിഞ്ഞു വീഴുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോഡിയിൽ എന്തൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഈ ഉറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ മൂവ് ആവും. ഇന്ന സ്ഥലത്ത് ഇത് ഈ തേങ്ങ അനങ്ങൂല. തേങ്ങ വെറുതെ ഇങ്ങനെ നമ്മൾ തേങ്ങ വെച്ചാൽ അതേപോലെ തന്നെ ഉണ്ടായത്. നമ്മളെ ബോഡിയിൽ ഒരു ഫീലിംഗ് ആണ് ഓരോ ഉറവില്ല സ്ഥലത്തെത്തുമ്പോൾ ഇതിങ്ങനെ മൂവ് ആകുന്നത്. മണ്ണിനടിയിലെ ജലാംശം അഥവാ ഭൂഗർഭജലം, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ്, ഇത് കണ്ടുപിടിക്കാനായി നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതി, ഇൻഡിജിനസ് ടെക്നിക്കൽ നോളജ് അഥവാ നാട്ടറിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ വസ്തുത എന്താണെന്ന് യഥാർത്ഥത്തിൽ എവിടെയും രേഖപ്പെടുത്തിയതായി അറിവില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രീ പ്രസാദിനോട് തന്നെ ചോദിച്ചറിയാം. ശുദ്ധവെള്ളത്തിന് മാത്രമേ ഇത് മൂവ് ആവൂ. നേരെ അതിനിപ്പോ ഇങ്ങനെ കിടത്തി വെക്കാൻ പറ്റില്ല. ഇല്ലില്ല, നമ്മളെ കാന്തവും സൂചിയും തമ്മിൽ ആകർഷണമല്ലേ, അതേ രീതിയിലാണ് ഉണ്ടാകാറ്. അത് ആരായാലും പറ്റില്ല, എല്ലാ ബോഡിക്കും ഇത് ശരിയാകുന്നില്ല ഇത്. പിന്നെ നമ്മളെ ഈ കോൺസെൻട്രേഷൻ മുഴുവൻ ഇതിലെ തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മളിപ്പോ ചെയ്യാൻ പറഞ്ഞില്ലേ, ഒരു 15 വയസ്സ് മുതൽ ഞാൻ ഈ ഫീൽഡുമായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് BSNL ജൂനിയർ എഞ്ചിനീയർ തസ്തികയിൽ നിന്നും വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഇപ്പോൾ മുഴുവൻ സമയവും ഈ മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് ശ്രീ പ്രസാദ്. തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ധർമ്മടം സ്കൂളിലെ ശ്രീ പപ്പൻ മാഷയുടെ കൂടിയാണ് ശ്രീ പ്രസാദ് ഈ വിദ്യ മനസ്സിലാക്കിയെടുത്തത്. ഭൂഗർഭജലം കണ്ടെത്താനായി അദ്ദേഹം പോകുന്ന പലയിടങ്ങളിലും ശ്രീ പ്രസാദും ഒപ്പം പോയി. ആദ്യം വെറുമൊരു കൗതുകമായിരുന്നെങ്കിലും പിന്നീട് ഇതെന്താണെന്നറിയാൻ ഒരാകാംക്ഷയായി തുടങ്ങി. ക്രമേണ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം സ്വയം ഈ വിദ്യ പരീക്ഷിച്ചു നോക്കി തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി വിജയം കണ്ടു തുടങ്ങിയപ്പോൾ പിന്നീട് ശ്രീ പ്രസാദിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു 15 വയസ്സ് മുതൽ പണി ചെയ്യാൻ തുടങ്ങിയതാണ്. 15 വയസ്സിൽ തുടങ്ങിയ ഈ പ്രയാണം ഇന്ന് 45 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് ശ്രീ പ്രസാദിനെ അറിയാത്തവർ കുറവാണ്. കിണർ ഏതുമായിക്കൊള്ളട്ടെ, ഓപ്പൺ വെല്ലായാലും ബോർവെല്ലായാലും ഭൂഗർഭ ജലാംശം കണ്ടെത്തുന്നതിനായി എല്ലാവരും സമീപിക്കുന്നത് ശ്രീ പ്രസാദിനെ തന്നെ. തീർന്നു. 106 അടി ആഴം വരെയുള്ള കിണറിൽ ഞാനിത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒന്ന് കണ്ണൂരില് താണക്കടുത്തായിട്ടാണ് വരിക. ഒരു ഇൻകം ടാക്സ് ഓഫീസിന്റെ പുറകിലായിട്ട് വരും. അത് വളരെ ആഴത്തിലുള്ളതിന് അവർക്കെല്ലാം സംശയനും അതിന്റെ അടുത്ത വീട്ടിലൊന്ന് കിണറിൽ വെള്ളം കുറഞ്ഞുകൊണ്ട് ഒരാൾ വിചാരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതിന്. അപ്പോൾ അവിടെ ഈ ആഴത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരു രാഘവ മേസ്ത്രി എന്ന് പറഞ്ഞ ഒരാളാണ് ആ കിണർ കുഴിക്കുകയും ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ കരിങ്കല്ലിന്റെ പാറയിലുള്ളിലത്തെ വെള്ളം ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു 99.9% സക്സസ് ആണെന്ന് തന്നെ പറയാം. ചില ബോർവെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടിട്ട് ബോർവെല്ലിന്റെ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെന്നെ ഇത് കൂട്ടിട്ട് പോകുന്ന കാണുന്നുണ്ട്. ഇതിനു പിന്നിലെ ശാസ്ത്രീയ വശം ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ പ്രസാദിനെ വെല്ലുവിളിക്കുന്നവരും കുറവല്ല. വെല്ലുവിളികളെയും പരിഹാസങ്ങളെയും ശ്രീ പ്രസാദ് തൻ്റെ സ്വതസിദ്ധമായ സൗമ്യമായ പുഞ്ചിരി കൊണ്ട് മായ്ച്ചു കളയുന്നു. ഇതൊരു സയൻസ് ആണ്, പക്ഷേ ഇത് അനുഭവത്തിൽ കൂടിയാണ് ഇത് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിതെവിടെയും പോയിട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഇത് സക്സസ് കഴിഞ്ഞാൽ അതുവരെ ഇതെന്നാണ് ഒരാൾ തിരഞ്ഞെടുത്ത് ഇങ്ങനെ തിരിച്ചു കളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജനങ്ങൾക്ക് തോന്നുക. പെട്ടെന്ന് അനുഭവമാണ് അവർക്ക് മനസ്സിലാകുക. നേരാണ്, ഇത് കണ്ടറിഞ്ഞവർക്ക് മാത്രമേ വിശ്വസിക്കാനാവൂ. കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളും വിശ്വസിക്കില്ലായിരുന്നു. നാളികേരം ഉപയോഗിച്ച് ഒരിടത്ത് മണ്ണിനടിയിൽ ജലാംശമുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ഉറപ്പുവരുത്താനായി
മറ്റ് 2 മാർഗങ്ങൾ കൂടി ശ്രീ പ്രസാദ് സ്വീകരിക്കാറുണ്ട്. ഒന്ന്, സ്വർണ്ണമാല ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിദ്യ. മറ്റൊന്ന്, ഒരു പച്ചില കമ്പ് വി ആകൃതിയിൽ ഒടിച്ച് അത് വെച്ചുള്ള മറ്റൊരു വിദ്യ. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വർണ്ണമാല ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാറുണ്ട്. സ്വർണ്ണമാല എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല ഇത് വെള്ളമുള്ള സ്ഥലത്തുമ്പോൾ ഇതിങ്ങനെ മൂവ് ആവാൻ തുടങ്ങും. അതും അങ്ങനെ ഈ ഒരു വിദ്യയും പിന്നെ ഒരു കമ്പ് കൊണ്ട് ഒരു ചവണ പോലെ പിടിച്ചിട്ട് അതും നോക്കാറുണ്ട്. അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ 3 മെത്തേഡും കൂടിയിട്ട് എനിക്ക് പൂർണ്ണമായി വിശ്വാസം വന്നാലാണ് ആ ഒരു സ്ഥലം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ ചെയ്തത് കൊണ്ട് ദൈവാധീനം കൊണ്ടെന്ന് പറയാം, അങ്ങനെ സക്സസ് ആയിട്ട് വരുന്നുണ്ട്. തൻ്റെ വീടിനോട് ചേർന്നുള്ള ബോർവെല്ലിനെ ആസ്പദമാക്കി ഈ എല്ലാ വിദ്യകളും ശ്രീ പ്രസാദ് പരിചയപ്പെടുത്തി തന്നു. കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്വർണ്ണമാലയും ബോർവെല്ലിന് സമീപത്തെത്തിയപ്പോൾ കൃത്യമായ ഒരു വട്ടത്തിൽ കറങ്ങാൻ ആരംഭിച്ചു. അതേപോലെ തന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പച്ചിലക്കമ്പും ബോർവെല്ലിന് സമീപത്തെത്തിയപ്പോൾ താനേ കറങ്ങുന്നത് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടുപോയി. ഇതെല്ലാം കണ്ട് ആകാംക്ഷ സഹിക്കവയ്യാതായപ്പോൾ ഞങ്ങളും ഒരു കൈ നോക്കിയാലോ എന്ന് ചിന്തിച്ചു. എന്നാൽ ഇത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. My God. ഭഗവാന് എന്താ കഥ? തേങ്ങയാണ് വിചാരിക്കും ഉരുട്ടിയിടുന്നത്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഈ പ്രദേശത്ത് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റാറുണ്ടോ? ഇത് മുറുക്ക പിടിക്കണോ? വേണ്ടല്ലോ, മുറുക്ക പിടിക്കണം. ഓ, നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പാടില്ലേ? എന്നാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫീലാവാതെ നമ്മളെ കാലം മുതലേ ഇങ്ങോട്ട് ആകർഷണം ഇല്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ആ കഴിവുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഫീൽ വെള്ളമുള്ള തേങ്ങാശാണ് ഇത് ഫീൽ ചെയ്യുന്നത് കാണുന്നത് സാധാരണ നോക്കുമ്പോൾ. ഇതിലെന്തോ ഒരു കാന്തിക ശക്തി എന്ന് തോന്നുന്നു. നമ്മളെ ബോഡിക്ക് അത് മൊത്തമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കാൽപാദം മുതൽ നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗത്ത് ഇതിനെ ഒരു ഫീലാകുന്നുണ്ട്. ഒരു തേങ്ങ തന്നെ കുറേ നേരം എൻ്റെ കയ്യിൽ പിടിച്ച് നിർത്താനും പറ്റുന്നില്ല. ഇതിന് മൂവാതിരിക്കാൻ പറ്റില്ല വെള്ളമുള്ള സ്ഥലത്തൊന്നും. അതായത് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എങ്ങനെ തിരിയണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ മൂവായിക്കൊണ്ട് തന്നെ ഇരിക്കണം. ചിലർ ഇത് എന്തോ കാന്തിക ശക്തിയുടെ പ്രഭാവമാണെന്ന് പറയുന്നു. മറ്റു ചിലർ ഇത് ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനമാണെന്ന് പറയുന്നു. ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തെക്കാളേറെ ഗുരുത്വത്തിൻ്റെ പ്രഭാവമാണെന്നാണ് എനിക്ക് തോന്നിയത്. തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ പപ്പൻ മാഷുടെ പേര് പറയുമ്പോഴൊക്കെ ആ കണ്ണുകളിൽ നീരുറവ കാണാമായിരുന്നു. വാക്തർക്കങ്ങൾക്ക് ചെവി കൊടുക്കാൻ ശ്രീ പ്രസാദിന് സമയമില്ല. അദ്ദേഹം ജോലി തിരക്കിലാണ്. ഇനിയും ഒരുപാട് പേർക്ക് ആശ്വാസത്തിൻ്റെ തെളിനീർ പകരാൻ ശ്രീ പ്രസാദിനാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.